നമ്മുടെ ദീപം FIS ചാനലിൽ കാണുന്ന ഈ കബഡി മത്സരം ഒരു 3-4 പാർട്ടായിട്ട് ഭാഗങ്ങൾ ഉണ്ടാവും. താല്പര്യമുള്ള പ്രേക്ഷകർ നിർബന്ധമായും കാണുക. ഒപ്പം തന്നെ നമ്മുടെ ദീപം FIS ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആവേശകരമായ യുവാക്കളുടെ കബഡി മത്സരം രണ്ടാം ഭാഗമാണ് നമ്മൾ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന പ്ലെയർ ഇച്ചിരി ആരോഗ്യവാനാണ്. ഇവനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അല്പപ്രയാസമുള്ള കാര്യമാണ്. ഇതിനു മുമ്പിലത്തെ കളിയിലും ഇവരെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ. എന്തായാലും കാണാം. ഈ വരവിൽ ഒരാളെ തോൽപ്പിച്ചേച്ചാവും പോയത്. ആ ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ വീണ്ടും ഗോതയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അവനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത്, ഞാൻ മുൻപേ പറഞ്ഞ പോലെ അവനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഈ പിള്ളേർ പരിശ്രമിക്കുന്നുണ്ട്. കണ്ടോ, അവൻ പണി നന്നാ ചൂട്. അവനൊരാളെ ടച്ച് ചെയ്താൽ ചൂട്. ആവേശകരമായ കബഡി മത്സരം അരങ്ങ് തകർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവാക്കൾ വളരെ ആവേശത്തോടെ ഈ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഗ്രാമവാസികളേവരും ഈ മത്സരം വളരെ ക്ഷമാപൂർവ്വം ഇരുന്ന് വീക്ഷിക്കുന്നുമുണ്ട്. തൈ പൊങ്കൽ എന്ന് പറയുന്നത് തമിഴരുടെ ദേശീയ ഉത്സവമാണ്. പ്രത്യേകിച്ചും ആണ്ടുപുറപ്പും കൂടിയാണ്. അതേ തട്ടി പൊക്കിയെടുത്തു. ആ പയ്യനെ പൊക്കിയെടുത്തു. അതിൻ്റെ ആഘോഷങ്ങളും 3-4 ദിവസമൊക്കെ നീണ്ടു നിൽക്കും എന്നത്. അതായത് പൊങ്കലിൻ്റെ തലേ ദിവസം തുടങ്ങി, പൊങ്കലിൻ്റെ അന്ന്, പിന്നെ ഇന്ന് മാട്ടുപൊങ്കൽ എന്ന ദിവസം, പിന്നെ നാളെ ഒരു ദിവസം കൂടിയുണ്ട്. അങ്ങനെ ഒക്കെയാണ് 3-4 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഈ പൊങ്കലിൻ്റെ തമിഴരുടെ കൾച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി ഇത്തരം വിനോദ കായിക മത്സരങ്ങൾ അതേ പിടിച്ച് എല്ലാവരും കൂടി പിടിച്ചു. പക്ഷേ വെളിയിൽ പോയി, എല്ലാവരും കൂടി പിടിച്ച് വെളിയിൽ പോയി. ഇത്തരം കായിക മത്സരങ്ങൾ പണ്ട് കാലം മുതലേ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. ഈ പയ്യനെ കണ്ട് എല്ലാവരും പേടിക്കുകയാണ്. കാരണം ഇവനെ ഔട്ടാക്കിയിട്ടേ പോവുള്ളൂ. ആരാ കണ്ട, ഞാൻ കണ്ടില്ലേ, പിടിച്ച് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ ആരോഗ്യത്തിന് മുന്നിൽ ഈ പിള്ളേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് അവന് ഓരോ വരവിലും മിനിമം ഒരാളെങ്കിലും ഔട്ടാക്കാതെ അവൻ പോവുകയല്ല.
അങ്ങനെയാണ് ഈ നിമിഷം വരെയുള്ള ഇവൻ്റെ കളിയിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. പിടിച്ച് എല്ലാവരും കൂടി അവനെ കീഴ്പ്പെടുത്തി ഒരു പോയിന്റ് നേടി. പൊക്കി ഇവർക്ക് ഒരു പോയിന്റ് നേടി. ആവേശകരമായ കബഡി മത്സരം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല ടച്ചായില്ല. അതെ, അവർ രണ്ടുപേര് വെളിയിൽ പോയപ്പോൾ ഇവർക്ക് 2 പോയിന്റ് കിട്ടി. വരുന്നു. പിടിക്ക്. ഇല്ല. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എന്തോ ഒരു ആവേശക്കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. ടച്ച് ചെയ്തു. ഇനി ഇവര് അപ്പുറം ചേഞ്ച് ആവുകയാണ്. രാത്രി വളരെ വൈകിട്ടും മത്സരം കാണാനായിട്ട് ഈ നാട്ടുകാർ വളരെ ക്ഷമയോടെ ഇരിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്ഭുതമാണ്. നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ആണെങ്കിൽ എല്ലാ സാംസ്കാരിക മത്സരങ്ങളൊക്കെ ആണെങ്കിലും സ്ത്രീകളും കുട്ടികളൊന്നും ഈ സമയത്തൊന്നും ഇറങ്ങി നിന്ന് കലാകായിക മത്സരങ്ങൾ കാണാൻ ആഗ്രഹിക്കാറില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ മത്സരം നടക്കുന്ന വേദിയുടെ അതേ കളി വീണ്ടും തുടങ്ങി. മത്സരം നടക്കുന്ന വേദിയുടെ അയലോക്കം കാരങ്ങാനും ഇരുന്നെങ്കിൽ ആയി, അത്രയായി. ഒരു പോയിന്റ് നേടിയിട്ടുണ്ട്. പിടിച്ച് പൊക്കി അവനെ പൊക്കിയെടുക്കും. അവനെ ഒരു പോയിന്റ് കിട്ടിയതാ. കരുത്തനായ ടീം ക്യാപ്റ്റനാണ് ഈ പയ്യൻ. കാലയിലെ കയറി പിടിക്കുന്നത് ആ പയ്യൻ. ഇത് അടുത്തത് പിടി പൊക്കി കീഴ്പ്പെടുത്തി കഴിഞ്ഞു. മത്സരം വളരെ ആവേശത്തിലാണ്. വെളിയിൽ പോയി ആകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. വെളിയിൽ പോയി. ടീം 16 സൂര്യ ടീം 11.
ഈ റോസ് കളർ യൂണിഫോം ഇട്ട പിള്ളേരുടെ ടീമിന് 16 പോയിന്റും മറ്റവരുടെ ടീമിന് 11 പോയിന്റും എന്നാണ് ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്ത് കേൾക്കാൻ സാധിക്കുന്നത്. ബൗണ്ടറി മങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് പൊടി വിതറി അതിൻ്റെ അടയാളം രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞ് കുട്ടികൾ ചാക്കിൽ പൊടിയായിട്ട് വരുന്നുണ്ട്. അടയാളം വീണ്ടും രേഖപ്പെടുത്താനായിട്ട് ആ മാഞ്ഞുപോയ അടയാളം വളരെ വ്യക്തമായി കാണുവാൻ വേണ്ടി കുട്ടികൾ ചാക്കിനകത്ത് പൊടിയും കൊണ്ടുവന്ന് ഇട്ട് തെളിക്കുകയാണ്, അടയാളം വ്യക്തമായി കാണാൻ വേണ്ടി. അത് കഴിഞ്ഞ് ബാക്കി കളിയും കൂടെ തുടരുകയുള്ളൂ. അതാ കളി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. കരുത്തിനെ കീഴ്പ്പെടുത്തി, പക്ഷേ വെളിയിൽ പോയി. കരുത്തിനെ അവർ കീഴ്പ്പെടുത്തിയെങ്കിലും അതിർത്തിയുടെ പുറത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഔട്ടാക്കി. അപ്പം രണ്ടുപേരെ അങ്ങ് ടച്ച് ചെയ്ത് എനിക്ക് തോന്നുന്നു. ഒരാൾ രണ്ടല്ല, ഒരാൾ. ഇവന് ഒരാളെ ടച്ച്. അടുത്തയാൾ വരുന്നു. പിടിച്ചു അവനെ പിടിച്ചു. എല്ലാവരും കൂടി വളഞ്ഞിട്ട് കടേസി 4 നിമിഷം. പിടിച്ചു അങ്ങനെ രണ്ടുപേരും കൂടി വളഞ്ഞിട്ട് ആ റെഡ് ടീഷർട്ട് തന്നെ പൊക്കി. ഇവനെ പൊക്കി. അവിടെ ആകെ രണ്ട് പ്ലേയേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒരാളെ കൂടി അകത്ത് കൊണ്ടുവരാനുള്ള മാർഗം ഒപ്പിച്ചു കൊടുത്തു. ഇവരുടെ ടീമിലെ ഒരാളെ ഔട്ട് ചെയ്തപ്പം അവരുടെ ടീമിൽ പുറത്തു നിന്ന് ഒരാളകത്ത് കയറി. പുറത്തേക്ക് പോയി. അവനെ ആ 3 പേരും കൂടി അവൻ പുറത്തേക്ക് പോയി. അടിതെറ്റിയാൽ ആനയും വീഴും എന്ന് പറഞ്ഞതുപോലെ മല്ലനായ കളിക്കാരൻ ആ 3 കുട്ടികൾ
വളഞ്ഞിട്ട് പിടിച്ചപ്പോൾ കീഴടങ്ങേണ്ടി വന്നു. கடைசி 2 நிமிடம். கொஞ்சம் பின்னாடி தள்ளி நிக்கோங்க தம்பி. చందన పెట్లో అలాంటి పెట్ట కాల తీక్కా అందరు బాగా അടിപൊളി ആവേശപരമായ കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കബഡി മത്സരത്തിൻ്റെ ആവേശപരമായ അവസാന നിമിഷത്തിലേക്കാണ് മത്സരം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മത്സരം അവസാനിക്കാൻ ഏതാണ്ട് മിനിറ്റുകൾ കൂടിയേ ഉള്ളൂ ബാക്കി. പിടിച്ചു நீ தொடுறா தம்பி பின்னாடி மச்சா தம்பி தொடு. രണ്ടിനെ തോപ്പിച്ചു. കളി തീർന്നു. ആ മഞ്ഞ ആ സൈഡിലെ ടീം കുട്ടികളാണ് വിജയിച്ചതായിട്ട്. ശരിയാ, ഹരിയുടെ ടീമിന് 24, മറ്റേ മഞ്ഞ ഡ്രസ്സിട്ട കുട്ടികൾ ടീം സൂര്യ ടീം അത് 26 പോയിന്റുകളോടെ അവർ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. എന്തായാലും കബഡി മത്സരത്തിൻ്റെ വിഷ്വലോടുകൂടി നമ്മുടെ ഇന്നത്തെ വിഷ്വൽസ് പൊങ്കൽ സാംസ്കാരിക പരിപാടിയുടെ കലാപരിപാടിയുടെ വിശേഷങ്ങൾ ഇവിടെ പൂർത്തിയാക്കുകയാണ്. നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകരോട് ഞാൻ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.